ഹായ് ഓൾ, ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് അമ്മ ഇഡ്ഡലിക്കുള്ള മാവ് ശരിയാക്കിയായിരുന്നു കേട്ടോ. ഞാൻ അപ്പത്തിനും ഇഡ്ഡലിക്കും ഒക്കെ അരയ്ക്കുന്ന മാവ് ശരിയാവാറില്ല. ചില ഡേയ്സ് വൈബ് കയറിയാൽ ഞാൻ രാവിലെ എണീറ്റ് എല്ലാവർക്കും മുന്നേ എണീറ്റ് പൊറോട്ട വരെ അടിച്ചെന്നിരിക്കും. പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു ലോഡ് മെഷറിംഗ് കപ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അളന്ന് കുറിച്ച് അരിയും ഉഴുന്നും ഇഡ്ഡലിക്കും തേങ്ങയും പച്ചരിയും അപ്പത്തിനും ഒക്കെ ഇട്ട് പാളി പണ്ടാരം അടങ്ങി. ഒടുവിൽ ഞാൻ രാജിവെച്ചു. അല്ലേലും എല്ലാവർക്കും AR റഹ്മാൻ ആവാൻ പറ്റത്തില്ലല്ലോ. രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഗ്യാസിൻ്റെ പുറം കഴുകുക എന്നുള്ളത്. അങ്ങനെ കഴുകാൻ നേരത്ത് ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും. രാവിലെയാണ് തിരിച്ച് വെക്കുന്നത്. ഇത് കുറച്ച് തീയലാണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടാക്കിയതാണ്. തേങ്ങ വറുക്കലും പിന്നെ അത് അരയ്ക്കലും പച്ചക്കറി അരിയലും ഒക്കെ ചേർന്ന് തീയലിനും അത്യാവശ്യം സമയമെടുക്കും. പിന്നെ തലേന്ന് ചെയ്യുന്ന തീയലിനാട്ടോ രുചി കൂടുതൽ. തേങ്ങ പുട്ടിനോ തോരനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. പിന്നത്തെ യൂസിന് എടുക്കാൻ ചിലപ്പോൾ 2-3 ദിവസം പിടിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ അത് ലേശം ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഞാനത് എടുക്കത്തില്ല. അമ്മ ഇങ്ങനെ ഇരിക്കുന്ന തേങ്ങയൊക്കെ കൊണ്ടുപോയിട്ട് ഇതുപോലെ എനിക്ക് വറുത്ത് തരും. അങ്ങനെ അമ്മ വറുത്ത് തന്ന തേങ്ങ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കും. അതിന്ന് കുറച്ച് തേങ്ങ എടുത്ത് വീണ്ടും ഒന്നും കൂടെ വറുത്ത് ഈ നിറവാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം ജീരകവും മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് കുറച്ച്, മുഴുവനായിട്ടില്ലെങ്കിൽ പൊടിയായാലും ചേർക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്താലേ ജാറിൽ അരയ്ക്കാവൂ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് ചിലപ്പോൾ അടിച്ചു പോകും. ഒരു സവാളയും ഒരു തക്കാളിയും ഒരു വഴുതനങ്ങയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ആ ഗ്യാപ്പിൽ അരിഞ്ഞെടുത്തു. വൈകുന്നേരം പണിയൊക്കെ നേരത്തെ തീർത്തിട്ട് പുറത്തോട്ട് പോയിരിക്കാനുള്ള ആ ഒരു ത്വര കൊണ്ട് എനിക്ക് ക്ഷമയില്ല കേട്ടോ. കറിച്ചട്ടി വെച്ചിട്ട് വെള്ളം ഞാൻ തുടച്ചെടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. ഇല്ല, പൊട്ടിയില്ല, എണ്ണ ചൂടായിട്ടില്ലായിരുന്നു. പിന്നെ കടുകൊക്കെ പൊട്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മുരിഞ്ഞാൽ അതിൻ്റെ കുത്ത് ഒരുപാട് കുറയും കറിയിൽ. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. ഞാനിപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും സവാളയാണ് എടുത്തത്. ചെറിയുള്ളി ആണെങ്കിൽ തീയലിന് ടേസ്റ്റ് കൂടും. സവാളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ കൂടെ തന്നെ വെന്ത് വരേണ്ട ഒരു സാധനം കൂടെ ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച വല്യമ്മ ഒരു ചക്ക കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് കുറച്ച് ചക്കക്കൂട്ടാനായിട്ടും പിന്നെ ചക്കപ്പാപ്പയായിട്ടും ഒക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ കുരു അമ്മ മെനക്കെട്ട് ഓരോ ദിവസം ഇരുന്ന് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ തീയൽ വെക്കുമ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാറുണ്ട്. ഇത്തവണ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കിയിട്ട് കുറച്ച് ചക്കക്കുരുവാണ് ചേർക്കുന്നത്. ചക്കക്കുരുവും വേവാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് അത് ആദ്യം തന്നെ ഉള്ളിയുടെ കൂടി ഇട്ട് കൊടുത്തു. ലേശം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അമ്മ കുറച്ച് ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഇതെല്ലാം നാളത്തേക്കുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ ഒപ്പം കിച്ചണിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. സാധനം എന്തുവാണെന്നൊന്നും അറിയത്തില്ലെങ്കിലും നീലൂനും കൂടി തരുമോന്നാണ് ചോദിക്കുന്നത്. കത്തിയുടെ തുമ്പ് കൊണ്ട് ചക്കക്കുരുവിനിട്ടൊന്ന് കുത്തി നോക്കിയാൽ അറിയാം വെന്തോന്ന്. അപ്പോൾ ചക്കക്കുരു വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി വഴുതനങ്ങയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് വീണ്ടും വേവിക്കാൻ വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, തീയിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്ന്. രാവിലെ ചെയ്യാൻ നിന്നാൽ ലേറ്റായി പോകും. നിലൂനിപ്പോൾ 1 വയസ്സും 8 മാസവുമായി. അത്യാവശ്യം നല്ല പോലെയൊക്കെ സംസാരിക്കും കേട്ടോ. എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്, ഈ കുരിശുമൂട്ടിലുള്ള എല്ലാവരെയും. വഴുതനങ്ങയും തക്കാളിയും ഒക്കെ എണ്ണയിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് ലേശം പുളിവെള്ളം കൂടെ ചേർത്ത് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എന്നെ മാത്രമാണ് കേട്ടോ കക്ഷി മമ്മ എന്ന് വിളിക്കുക. ലില്ലി എന്നാണ് ലില്ലിയമ്മച്ചിയെ വിളിക്കുക. അമ്മേനെ നിമ്മല എന്ന് വിളിക്കും. അമ്മയുടെ പേര് നിർമ്മല എന്നാണ്. കുക്കുവും വിളിക്കുന്നത് നിമ്മല എന്ന് തന്നെയാണ് കേട്ടോ. നമ്മളിട്ട പച്ചക്കറികളൊക്കെ വെന്തു. നേരത്തെ വറുത്തെടുത്ത തേങ്ങ വെള്ളം തൊടാതെ അരയ്ക്കണം. തീയലിന് വെള്ളം ചേർത്ത് അരച്ചാൽ ഒരു പച്ച രുചി വരും. വെള്ളം തൊടാതെ അരച്ചെടുക്കണം. ഇഞ്ചി തീയലായാലും പച്ചക്കറി തീയലായാലും എനിക്ക് നല്ല നിറം വേണം. ചോക്ലേറ്റിൻ്റെ കളറിൽ ഇരുന്നാൽ പോരാ, ഡാർക്ക് റെഡ് ടു ബ്രൗൺ ആവണം എനിക്ക്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ബാക്കിയിരുന്നതാണ് ഞാൻ ഒഴിച്ചത്. പുളി നോക്കി ചേർക്കണം കേട്ടോ. ഞാൻ ലേശം പുളിയെ പിഴിഞ്ഞിട്ടുള്ളൂ. ഇത്തിരി അധികം വെള്ളം ആ ജാറ് കഴുകിയതും കൂടെ ചേർത്തിട്ടാണ് ആ നിറത്തിൽ ആദ്യം ഒഴിച്ച വെള്ളം ഇരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊരു ടേസ്റ്റ് എൻഹാൻസർ ഇടാം. ഉണക്കച്ചെമ്മീൻ നല്ല രുചിയായിരിക്കും കേട്ടോ. ഒരു 2-3 എണ്ണം ഇട്ടാൽ. നിങ്ങൾക്ക് ഈ ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലെങ്കിലും ഇതിന് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരില്ല. പക്ഷേ തീയലിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചെമ്മീൻ ഫ്രഷ് കിട്ടുമ്പോഴും 2-3 എണ്ണം അമ്മയും ഞാനൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ തീയലിലിടാൻ. 2-3 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 10-12 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ അധികം ചേർത്തത്. വറുത്തരപ്പും പുളിയും ചെമ്മീൻ്റെയും ഒക്കെ കൂടെ രുചിയൊന്ന് ബാലൻസ് ആവാനായിട്ട് ലേശം പഞ്ചസാര അല്ലെങ്കിൽ ഒരു ഇത്തിരി ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ തീയൽ ഈ നിറത്തിലായിരിക്കും കേട്ടോ എപ്പോഴും ഇരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് മേളിൽ എണ്ണ തെളിയുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാം. ലേശം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നലെ കുറച്ച് ചുവന്ന മീൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ,
ചുവന്ന മീൻ, ചെണ്ടകാര, ചുവപ്പൻ കോര എന്നൊക്കെ പറയും. ഈ മീനാണ് കേട്ടോ അത് കുറച്ച് അരപ്പ് പുരട്ടി വെക്കുന്നുണ്ട് നാളെ പൊരിക്കാനായിട്ട്. കടലും ഹാർബറും ഒക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഫ്രഷ് മീൻ കിട്ടും കേട്ടോ. മരത്തിൽ, അതായത് ഈ കെട്ടുവള്ളം പോലത്തെ സംഭവത്തിൽ ഇവിടെ നിന്നുള്ള ചേട്ടന്മാരൊക്കെ പോയി ഇവിടെ തന്നെ റോഡരികിലിട്ട് മീൻ വിൽക്കും. പിന്നെ മാർക്കറ്റിൽ പോയാൽ ഹാർബറിൽ നിന്ന് വരുന്ന വലിയ മീൻ കിട്ടും. എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നെന്ന് പറയുന്ന പോലെ എൻ്റെ ചേട്ടനൊരു വള്ളമുണ്ട്, കാണിച്ചു തരാം. ഇത് വാടി ഹാർബറാണ് കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് മുമ്പ് ഞങ്ങൾ പോയതാണ്. വെക്കേഷനേ പോകാൻ പറ്റൂ, രാത്രി ഉറക്കം കിട്ടില്ല. നമ്മൾ തിരിച്ചെത്തുമ്പോൾ വെളുപ്പിനാവും. ഇതാണ് വള്ളം. മരിയമ്മളുടെ പേരാണ് വള്ളത്തിന്, സാന്റാ മരിയ. ലില്ലിയമ്മച്ചിയുടെ അനിയത്തി ചെല്ലമ്മാൻ്റിയുടെ ചെറുമോളാണ് മരിയ. ഇതാണ് ചേട്ടൻ, അനിയച്ചാച്ചൻ, നമ്മുടെ മുതലാളി. കക്ഷിയുടെ സ്വന്തം പെങ്ങളുടെ മോളാണ് മരിയ. രാത്രി 10-11 മണിക്കാണ് കേട്ടോ വള്ളം ഇറങ്ങുന്നത്. തിരിച്ചു കയറാനായിട്ട് 12:30-1 മണിയൊക്കെ ആവും. ആദ്യം വരുന്ന വള്ളം ആദ്യവും പുറകെ വരുന്നത് പിന്നീടും, അങ്ങനെ 3-4 നിരകളായിട്ട് വള്ളം ഉണ്ടാവും. ഇവിടുന്ന് കൊട്ടയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്താണ് വിൽക്കുക. ആ കിടക്കുന്ന വണ്ടികളൊക്കെ ഈ മീനുമായിട്ട് ഹൈ റേഞ്ചിലോട്ട് പോകുന്ന വണ്ടികളാണ്. അലൻ ഇതൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ കൊച്ചുപ്പയുടെ വൈഫ് മിനി ആൻറ്റി. നിലു ഓരോ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഞങ്ങളിത് ഇപ്പുറത്തോട്ട് ഒരു ചായ കുടിക്കാൻ വന്നതാ. ഹാർബറിൽ വന്ന് മീൻ കഴിക്കുന്നതൊക്കെ കാണാൻ നിന്നാൽ തിരിച്ച് വെളുപ്പിനെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അന്ന് നല്ല മഴയുമായിരുന്നു. വള്ളത്തിലെ മീൻ മുഴുവൻ വിറ്റ് കഴിയുമ്പോൾ പ്രോഫിറ്റിലെ 2 പങ്ക് മുതലാളിക്കും ബാക്കി പങ്ക് വള്ളത്തിൽ പോയ ഓരോരുത്തർക്കും വീതമായിട്ട് കൊടുക്കും. പിന്നെ വല കഴിക്കാൻ വരുന്നവർക്ക് വേറെയും കൊടുക്കണം. അതൊരു കലയാണ്. ചുമ്മാ വലയെന്ന് മീൻ വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ കടലൊക്കെ കയറുന്നതുകൊണ്ട് വള്ളത്തിലൊക്കെ പണി കുറവാണ്, അധികം മീനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ടു കിച്ചൺ. ഒരു 3-4 മീനെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരുപാട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട്. അടുത്തുള്ള 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൊരിക്കാൻ പ്ലാനുള്ള മീനൊക്കെ അരപ്പ് പുരട്ടി വെക്കുന്നതാണ് ടേസ്റ്റ് കൂടാൻ നല്ലത് കേട്ടോ. അരപ്പ് പുരട്ടി വെക്കുന്ന മീൻ ഫ്രീസറിലോട്ട് വെക്കരുത്, ചില്ലറിൽ വെക്കണം. ഫ്രീസറിന് താഴെയുള്ള ഡ്രോയിലോട്ട്. ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഫ്രിഡ്ജ് അത് തണുപ്പിക്കുന്നത് അതിലെ ജലാംശമൊക്കെ വലിച്ചെടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ കറിക്കായിട്ടുള്ള മീൻ പീസ് ചെയ്യാതെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. മാത്രവുമല്ല, അത് ഓരോ ദിവസത്തേതായിട്ട് തരം തിരിച്ച് ഒരു ടപ്പർ വെയറിലാക്കിയിട്ട് അത് നിറയെ വെള്ളം വെച്ചാൽ മീൻ അങ്ങനെ ഐസിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. എന്ന് വെച്ചാൽ 1 മാസമൊന്നും ഇരിക്കില്ല കേട്ടോ. അതിനു മുമ്പ് എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് തീർക്കുമല്ലോ. അങ്ങനെ അരപ്പ് പുരട്ടിയ മീൻ അത്യാവശ്യം വീതിയും നീളവും ഒക്കെ ഉള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ ഡ്രോയറിലേക്ക് വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ തേഴ്സ്ഡേ വൈകുന്നേരത്തെ പ്രിപ്പറേഷൻസ്. ഫ്രൈഡേ മോർണിംഗ് തീയൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും നല്ലത് കറിച്ചട്ടിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്നതാണ്. തീയൽ ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ കുക്കറിൽ അരിയിട്ടത്. ഇതിൻ്റെ കൂടെ തന്നെ കുക്കുന് കൊടുത്തു വിടാനുള്ള കാടമുട്ടയും ഇടുന്നുണ്ട്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ കാടമുട്ട ഒരെണ്ണേ ഇരിപ്പുള്ളൂ. കാടമുട്ടയാണെങ്കിൽ ഇവിടെ അടുത്തൊന്നും കിട്ടത്തില്ല. ഈ കോഴിമുട്ട കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ. ഒരുപാട് സമയമെടുത്ത് കഴിക്കുന്നതെല്ലാം അവന് ദേഷ്യമാണ്. ചെറിയ മുട്ടയാകുമ്പോൾ പെട്ടെന്ന് തീരും അമ്മ എന്നാണ് പറയുന്നത്. മാവൊക്കെ ശരിയാക്കിയിട്ടാണ് അമ്മ ഇന്ന് റോസറി പഠിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാപ്പി ഇടാമെന്ന് കരുതി ഇന്നിപ്പോൾ കുറച്ച് പതുക്കെയാണ് കെറ്റിലിൽ വെള്ളം വെച്ചത്. മാരേജിന് മുമ്പ് വരെ എനിക്ക് അത്യാവശ്യം നൂഡിൽസ് ഉണ്ടാക്കാനും പിന്നെ ദോശ ചുടാനും ഒക്കെ അറിയത്തുള്ളായിരുന്നു. ദോശ ചുടാൻ ഏൽപ്പിച്ചാൽ അത് വേഗം വെന്ത് കിട്ടാനായിട്ട് ചട്ടകം വെച്ച് അതിൻ്റെ മേലെ അമർത്തി അത് നാശമാക്കുമായിരുന്നു ഞാൻ. ഡിസംബറിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മെയ് 5-നാണ് ഞാൻ പാചകത്തിൽ ഹരിശ്രീ കുറിക്കുന്നത്. മമ്മിയുടെയും ഡാഡിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ ആണെങ്കിലും മമ്മിയും ഡാഡിയും സ്കൂളിൽ പോയിരിക്കും. അഡ്മിഷൻസ് ഒക്കെ ആ സമയത്ത് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഡാഡിയാണ് അവിടുത്തെ പ്രിൻസിപ്പൾ, മമ്മി വൈസ് പ്രിൻസിപ്പളും. ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ അക്കാഡമിക് ഓഫീസറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ചക്കയെ അറിയാത്തതുകൊണ്ട് മമ്മി രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കണമെന്ന് കരുതി 2 ദിവസം മുന്നേ തന്നെ ഞാനൊരു ബുക്കുമായിട്ട് ലില്ലിയംസിൻ്റെ അടുത്തോട്ട് പോയിട്ട് സകല റെസിപ്പീസും പച്ചടിയുടെയും കിച്ചടിയുടെയും അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും ഒക്കെ ഓരോ പേജിൽ വീതം എഴുതിക്കൊണ്ട് വന്നിരുന്നു. ആ സമയത്ത് ചേട്ടനും നാട്ടിലുണ്ടായിരുന്നു, ജെൻ ചേച്ചിയുടെ ഹസ്ബൻഡ്. ജെനിഫർ എന്നാണ് ഫുൾ നെയിം, എൻ്റെ നാത്തൂനാണ്. മമ്മിയും ഡാഡിയും ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്ക് ഒരു സദ്യ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് ഞാൻ 2 പേരെയും വിളിച്ച് പറഞ്ഞിട്ട് 2 പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടനാണ് അന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരികെ തന്നത്. പച്ചക്കറികളൊക്കെ തലേന്ന് രാത്രി തന്നെ ഞാൻ മേലെ കൊണ്ടുപോയിട്ട് അരിഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇതുപോലെ പുരട്ടി മേളിൽ വെച്ചിരുന്നു. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു, മമ്മി കണ്ടുപിടിക്കുമല്ലോ. അലൻ ആ സമയത്ത് മാംഗ്ലൂരിലെ ഡൈവ്ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മേലെയായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂമെങ്കിലും ഞാൻ രാത്രി താഴെ വന്ന് മമ്മിയുടെ ഒപ്പമായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ചേച്ചിയുടെ കുട്ടികളുണ്ടാവും ചില ദിവസം. അങ്ങനെ പച്ചക്കറികളൊക്കെ സേഫായിട്ട് അവിടെ അരിഞ്ഞൊക്കെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മമ്മിയും ഡാഡിയും പോയി കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഓടിപ്പിടിച്ച് പരിപാടി തുടങ്ങി. ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാം കുക്ക് ചെയ്തത്. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എന്നറിയാവോ. 1 മണിക്ക് മമ്മി വന്നപ്പോൾ ഇലയിട്ട് സദ്യ വിളമ്പിയപ്പോൾ സത്യത്തിൽ മമ്മിയും ഞെട്ടിപ്പോയി. ഒരു ചക്കയും അറിയാത്ത ഞാൻ ഒരു സദ്യ വെച്ചിരിക്കുന്നു. പണ്ട് ഇവിടെ ട്യൂഷന് വരുമ്പോൾ മമ്മിയും ചേച്ചിയും കൂടെ ആയിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അലനുമായിട്ട് ഉടക്കിയാൽ ഇപ്പോൾ വളരെ റെയറായിട്ട് എങ്ങനെ ഉടക്കാറുള്ളൂ. കെട്ടിയനോട് പിണങ്ങി പെട്ടിയും കിടക്കയെടുത്ത് ഞാൻ പോകുന്നത് ജെനി ചേച്ചിയുടെ അടുത്തോട്ടാണ്. എൻ്റെ വീട്ടിൽ പോകുന്നത് കോമഡി ആയിരിക്കും. ഒരു മതിലിനപ്പുറം പോയിട്ട് എന്ത് കാണിക്കാനാണ്.
വില്യംസിൻ്റെ വീട്ടിലെ വൈഫൈ ഇവിടെയും ഇവിടുത്തെ വൈഫൈ അവിടെയും കിട്ടും. അത്രയ്ക്ക് അടുത്തടുത്താണ് രണ്ട് വീടും. ദൂരം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോകാത്തത്. ജെൻചേച്ചി എനിക്കങ്ങനെ നാത്തൂ മാത്രമല്ല. പട്ടിയെ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് മോങ്ങിക്കൊണ്ട് ചെന്നാൽ കുറച്ചു നേരം എൻ്റെ അടുത്തിരുന്ന് ചേച്ചി സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ പടയപ്പയിലെ നീലാംബരിയാവും. ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മോളേന്ന് വിളിക്കുന്നത് പോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഷീസ് എൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് തന്നെ പറയാം. പിന്നെ മമ്മി എൻ്റെ ആദ്യത്തെ ടീച്ചറാണ്. മമ്മിയാണ് എന്നെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മമ്മിയും ചേച്ചിയായിട്ടൊന്നും ഞാൻ ഉടക്കിയിട്ടേ ഇല്ല. എനിക്കങ്ങനെ ഉടക്കാൻ പറ്റത്തുമില്ല. ഞാനിവിടെ ഇഡ്ഡലി ദോശമാവ് വാങ്ങിയിട്ടാണ് ഇഡ്ഡലിയും ദോശയൊക്കെ ചെയ്യുന്നത്. രാത്രി കുക്കുവിനോട് കടയിൽ പോകാൻ പറയുന്നത് കേട്ടിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് കിട്ടി. പച്ചരിയും ഉഴുന്നും ഒക്കെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഇവിടെ വെച്ചിട്ട് മാവ് വാങ്ങിക്കുന്നോന്നും പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് ഏതാണ്ട് ഒരു 7:30-8 മണിയായി കാണും. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടാണ് കക്ഷി ഇന്ന് രാവിലെ ഈ മാവ് റെഡിയാക്കിയത്. മിക്സിങ്ങും ഫിക്സിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണ്ട, കുറച്ച് നേരം ആ മാവൊന്നിരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ താമസിച്ചാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. ഈ ചുവന്ന മീൻ ഞാൻ കറിയാക്കാറില്ല കേട്ടോ. ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതിപ്പോൾ പൊരിക്കുമ്പോഴായാലും കറി വയ്ക്കുമ്പോഴായാലും. അത് പൊടിയാതിരിക്കാനാണ് ഞാൻ ഒരു ലോഡ് കറിവേപ്പില ആദ്യം ചേർത്തത്. എന്തായാലും തിരിച്ചപ്പോൾ പൊടിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ അമ്മ തിരികെ തരുന്നതാണ്. പപ്പടവും ഞാൻ രാത്രി തന്നെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് തീയലും പപ്പടവും മീൻ വറുത്തതും മാങ്ങാച്ചാറും ഒക്കെയാണ്. ആദ്യത്തെ സെറ്റ് ഇഡ്ഡലിയായി. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ടാക്കണം. ചമ്മന്തിക്കുള്ള തേങ്ങ റെഡിയായി. അതിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പുളി, പിന്നെ കുറച്ച് ചുവന്നുള്ളി ഉരിച്ചതും ലേശം കറിവേപ്പിലയും അല്പം ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ചുവന്ന ചമ്മന്തിയാണ് ഞാൻ ഇന്ന് അരച്ചെടുക്കുന്നത്. ചമ്മന്തി അരയ്ക്കാനായിട്ട് അമ്മേനെ ഏൽപ്പിച്ചു. കുക്കർ വിസിലടിച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ച് നേരമായി. ഇനി ചോറ് കലങ്ങി പോയിരുന്നാൽ കുക്കുവിനുള്ള കാടമുട്ട എടുത്ത് മാറ്റി അത് സിങ്കിലോട്ടല്ല കേട്ടോ, കുക്കറിൻ്റെ അടപ്പിലോട്ടാണ് ഇട്ടത്. അരി വാർത്തിട്ടു. 2-3 ദിവസമായിട്ട് ഇവിടെ കുക്കു അമ്മയോട് പരാതിയാണ്. ചോറ് കൊണ്ടുപോകുമ്പോൾ എല്ലാവരെക്കാളും ലേറ്റായിട്ടാണ് നിമ്മല ഞാൻ കഴിച്ചു കഴിയുന്നത്. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നു വിടാൻ പറയുമെന്ന്. അങ്ങനെ ഇന്ന് അമ്മയുടെ ശുപാർശ പ്രകാരം ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. കുക്കുവിന് എണ്ണ അലനിയൊക്കെ പോലെ തന്നെ നല്ലപോലെ കറി വേണം കേട്ടോ. അതുകൊണ്ട് ചമ്മന്തി 2 തട്ടിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി തീയലും കൂടെ വെക്കുന്നുണ്ട്. കാടമുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കി. പിന്നെ പതിവ് പോലെ സ്നാക്സിനായിട്ട് ബിസ്ക്കറ്റ്സാണ്. എല്ലാ ദിവസവും വെക്കുന്നത് ഈ ഒരു ടവലാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എപ്പോഴും ആശ്രാമം മൈതാനത്ത് ഒരു എക്സിബിഷൻ നടന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഒരു ബാസ്ക്കറ്റ് മുഴുവൻ ഹാൻഡ് ടവലും ഇങ്ങനത്തെ ലഞ്ച് ടവലും ഒക്കെ ഉണ്ടായിരുന്നു. ഡാർക്ക് കളറ് തപ്പിയെടുത്തതാണ്. പക്ഷേ എടുത്ത് ബില്ലടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് 2 എണ്ണം ഒരുപോലത്തതാണ് ഞാൻ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായത്. അതങ്ങനെയാണ് കേട്ടോ. ഈ കളർ തിയറി പ്രകാരമേ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 3-4 ഡ്രസ്സ് എടുക്കുകയാണെന്ന് വെച്ചോ, നമ്മൾ എടുക്കുന്ന എല്ലാ ഡ്രസ്സും ഏതാണ്ട് ഒരു കളറിൻ്റെ പല ഷെയ്ഡ്സ് ആയിരിക്കും എന്നാണ്. അപ്പോൾ കുക്കുവിൻ്റെ ഈ ഒരുപോലത്തെ 2 ലഞ്ച് ടവലിൻ്റെ പിന്നിൽ എൻ്റെ മിസ്റ്റേക്കല്ല, സൈക്കോളജിക്കൽ ഇററാണ്. ഇന്നിപ്പോൾ സമയം ലേശം വൈകി കേട്ടോ. ഈ ഇഡ്ഡലി മാവൊന്ന് റെഡിയാവാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാനും അമ്മയും കാപ്പിയും കൊണ്ട് ഒരുപാട് നേരം ഇരുന്നു. പിന്നെ കറിവേപ്പില അപ്പുറത്ത് ചോദിച്ചത് മാമി തന്നപ്പോൾ അവിടെയും വർത്താനം പറഞ്ഞ് കുറേ നേരം മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നു. പക്ഷേ എൻ്റെ ഒരു നല്ല ശീലമൊന്നും പറയാം, ചീത്ത ശീലമൊന്നും പറയാം. ഇന്നതൊക്കെ നാളെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ അതെല്ലാം എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് ഇൻ മൈ പ്ലാൻ ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൺ. അങ്ങനെ ഓടിപ്പിടച്ച് ഞാൻ പെട്ടെന്ന് മുറ്റമൊക്കെ വൃത്തിയാക്കി. അമ്മയ്ക്ക് കോരിക്കളയാനായിട്ട് ചവർ അത്തപ്പൂ ഇട്ട് വെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങനെ കോരിയെടുത്ത് എൻ്റെ കയ്യിലൊക്കെ ആയാൽ എനിക്ക് തുമ്മൽ വരും. എനിക്ക് പോളൻ അലർജി ഉണ്ട് കേട്ടോ. ഈ പൂമ്പൊടിയൊക്കെ എനിക്ക് ഇത്തിരി അലർജി കൂടുതലാണ്. ഈ താഴെ വീണ് കിടക്കുന്നത് മിക്കതും ചെറിയ പൂക്കളും ഇലകളും ഒക്കെ ആയിരിക്കും. അത് വാരിക്കഴിഞ്ഞാൽ തുമ്മലങ്ങ് കൂടും. നിലു എണീറ്റിട്ടുണ്ട്. മേലേന്ന് അപ്പനും മോനും ഇറങ്ങി വരുന്നതിൻ്റെ ഒച്ച ഇവിടെ താഴെ കേൾക്കാം. പെട്ടെന്ന് പോകാനായിട്ട് റെഡിയായതാണ്. പക്ഷേ അവൻ കണ്ടുപിടിച്ചു. ഓടി വന്ന് വണ്ടിയുടെ മുന്നിൽ കയറാനുള്ള പ്ലാനാണ്. നമുക്ക് പുറകിൽ കയറാമെന്നും പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പോൾ ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നത്. പതിവ് പോലെ അവനെ പറ്റിച്ചു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹെൽമെറ്റ് എടുക്കാത്ത കാര്യം ഓർത്തത്. അതെടുക്കാനാണ് കേട്ടോ കുക്കു സാറ് പോകുന്നത്. ഇനി ദേ ഈ റോഡ് ഇത്തിരി അങ്ങോട്ട് പോയാൽ നമ്മുടെ സ്കൂളെത്തി. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ.